മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാനിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത്. 10 മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പത്തിരിക്കും അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ്. 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇത് ദോശയുടെ പാകത്തിന് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. തലേ ദിവസം അരി അരച്ച് വയ്ക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലും രാവിലെ നമുക്ക് അരിപ്പൊടി വെച്ച് തന്നെ ഇതുപോലെ എളുപ്പത്തിൽ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. ദോശയുടെ പാകത്തിന് കലക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാൻ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ചെറിയ കഷ്ണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരു സവാളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചെറുകിയതുണ്ട്. മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് അരിഞ്ഞതുണ്ട്. അല്പം ക്യാബേജ് ചോപ്പ് ചെയ്തതുണ്ട്. ഇതെല്ലാം ഒരു 3 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ദോശ കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് അല്പം ഈനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈനോ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. 1/2 ടീസ്പൂൺ ഈനോ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈനോ ചേർക്കുമ്പം ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരും. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈനോയ്ക്ക് പകരം ഒരു നുള്ള് സോഡാപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഈനോയുടെ അത്ര അളവിൽ സോഡാപ്പൊടി ചേർക്കരുത്. നമ്മൾ നന്നായിട്ട് ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് ഓരോ തവി വീതം കോരി ഒഴിച്ച് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് നല്ല ദോശ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ദോശയ്ക്ക് പരത്തുന്നത് പോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകൾ വശമൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് നല്ലൊരു കളറിലുള്ളത്. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടി തയ്യാറാക്കിയെടുക്കാം. ദോശക്കല്ലിൽ അല്പം വെള്ളം തളിച്ച് ചൂടൊന്ന് കറക്റ്റാക്കിയതിന് ശേഷം ബാക്കിയുള്ള ദോശയും കൂടി തയ്യാറാക്കിയെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ വെജിറ്റബിൾ ദോശ തയ്യാറായിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട്. കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാനായിട്ട് പറ്റും. ഇനി ഇഷ്ടമുള്ള കറിയോ ചട്നിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ ദോശയെല്ലാം തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.